വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്ന് ഞങ്ങൾ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. ഇന്നലെ ഞങ്ങളുടെ കളരിക്കൽ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഗൈസ്, അതിന് മുന്നേ കുറേ പേര് പറഞ്ഞിട്ടായിരുന്നു നമ്മൾക്ക് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് ഇന്ന് വീഡിയോ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഞാൻ പൊളിച്ച് കാണിക്കാം. ഫസ്റ്റ് എൻ്റെ ആണ്. ഗൈസ്, എൻ്റെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സാധനം ഇതാണ് തീപ്പെട്ടി തോക്ക്. ഇത് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറേ നാൾ കഴിഞ്ഞെടുത്ത് തുരുമ്പ് പിടിച്ച് പോയി. ഇത് ഇങ്ങനെ അൺബോക്സ് ചെയ്തിട്ടില്ല ഞാൻ. അയ്യോ അയ്യോ ഗൈസ്, കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഗൈസ്, തോക്ക് ഇവിടെ ഉണ്ട്. മേഡ് ഇൻ ഇന്ത്യ ഉള്ളത് ഉണ്ടാവും. ഗൈസ്, ഇതാണ് സാധനം. അതെ, ഇവിടെ മേഡ് ഇൻ ഇന്ത്യ ആണ്. എന്തായാലും ലാസ്റ്റ് ഞാൻ പൊട്ടിക്കണം കാണിച്ചു തരാം. പിന്നെ ഉള്ളത് ഇതാണ്, ഒരു ഗൊറില്ലേൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇത് ഒരു പടക്കമാണ്. ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരച്ചിട്ടിടും. ഞാൻ നല്ല സൗണ്ടാണ്. ഇനി എന്തായാലും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. ഇത് ഫസ്റ്റ് ഇങ്ങനെ ഇവിടെ നെക്കിയിട്ട് ഇങ്ങനെ ആക്കും. എന്നിട്ട് തീപ്പെട്ടി ഇതിൻ്റെ ഉള്ളിടണല്ലേ? തീപ്പെട്ടി ഇട്ടാൽ നല്ല ശരി. തീപ്പെട്ടി ഇട്ടാ പുകയൊക്കെ വരും. ഇങ്ങനെയുള്ളൂ. പിന്നെ ഇനി എന്തായാലും അവളുടെ സാധനങ്ങൾ എന്റെ തലാടിടിച്ച്. കുഴപ്പമില്ല, ഞാൻ പിടിക്കാം. ആദ്യം തന്നെ വരുന്നത് ഞാൻ നല്ല ക്യൂട്ടായിട്ട് ഐറ്റംസ് ആണ് വാങ്ങിയത്. രണ്ടും എനിക്ക് അച്ഛൻ വാങ്ങി തന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ വന്നപ്പോൾ എനിക്കത് വാങ്ങി തന്നു. അപ്പം ഇതൊരു മിഠായാണ്. ഇതൊരു മിഠായാണ്, നൂഡിൽസ് മിഠായി എന്നൊക്കെ ഞങ്ങൾ ഇവിടെ പറയും. ഇവിടെ ചിക്കൻ ബിരിയാണിയാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി. ഇത് ഞാൻ കുറെ ഉണ്ടായിരുന്നു. ഗൈസ്, അതിന് മുമ്പ് പറയട്ടെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ഷെയർ. കമന്റ് നമുക്ക് കുറച്ച് വരുന്നു. ആകെ എൻ്റെ ഫ്രണ്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എല്ലാവരും കമന്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും ഗൈസ്. ആകെ ഫ്രണ്ട്സും കസിൻസും മാത്രമേ വേണ്ടേ ഗൈസ്? അവൾക്ക് എന്തൊന്നാന്ന് അറിഞ്ഞൂടാ ഗിവ് അവേ. എന്തായാലും പൊട്ടിച്ച് തിന്നു കാണിക്കും. അപ്പൊ മറ്റേത് ആരും കൊതി വെക്കല്ലേ. ഒരു ചേച്ചി ആരും കൊതി വെക്കല്ലേ. ചേച്ചിയുണ്ട്, വേറെ ഏതൊരു ചേച്ചി ഞാൻ ഷോർട്സിൽ കണ്ടുണ്ട്. അടുത്ത പിന്നെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ്. അവൾക്ക് ദാടപ്പല്ലേ പെട്ടെന്ന് കാണിക്കണി. അത് തന്നെ ഈ ഒരു ബോയാണ്, ഒരു ബ്ലൂ കളറ്, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടാണ് ഈ ബോ വരുന്നത്. അടുത്തത് പട്ടിച്ചോള തോന്നല്. നീ പട്ടിച്ചോല്ലേ? ഇങ്ങനെ ചെറുതായിട്ടല്ല, നല്ലതായിട്ട് ഇവിടെ അടി ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾ കാര്യാക്കണ്ട. അടുത്തതും അല്ലേ? അടുത്തതും ഒരു ബോ തന്നെയാണ്. എന്ത് ബോയാണത്? പിങ്ക്. എവിടെ? ഇത് ക്യൂട്ട സ്ഥലട്ടെ. ഇപ്പൊ എന്നെ കുത്തിയരച്ചാണ്. പക്ഷെ കൂടുതൽ ഇഷ്ടം ബ്ലൂ ആണ്. അടുത്തെടുക്കുന്നു. ഞാൻ എടുത്തോളാം. കണ്ടോ, ഇങ്ങനെയാണ് കളി. പോളിഷാണ്. ഒന്ന് പോയേ. ഒരു ക്യൂടെക്സ് ആണ്. കണ്ണു വാങ്ങാണ്ട നിങ്ങൾ ഒന്ന് പോയെന്ന് പറഞ്ഞപ്പോ കണ്ടു. അടുത്തൊരു റെഡ് ക്യൂടെക്സ്. ഞങ്ങളായിരിക്കും ഈ ഭൂമിയിൽ ഏറ്റവും വൃത്തികേടായിട്ട് വീഡിയോ വരണത്. എനിക്ക് മിസ്റ്റർ ബീസ്റ്റിൻ്റെ അത്ര ഇത് വേണമെന്നുണ്ട്, പക്ഷെ ആരും തരൂല എന്നറിയാം. വിഷമുണ്ട്. പിന്നെ ഒരു ക്യൂടെക്സ്. എല്ലാവരും സബ്ബടിക്ക്. ഇത് അടുത്തത്. പിന്നെ ക്യൂടെക്സ് കളയാൻ വേണ്ടി ഒരു നെയിൽ പോളിഷ് റിമൂവർ. എവിടെ കൈ മാറ്റി? ഈ കൈ മാറ്റി. അയ്യോ,
നെയിൽ പോളിഷ് എടി എന്റെ ഫ്രണ്ട് കാണിച്ചു കൊടുക്കുന്നു. നെയിൽ പോളിഷ് റിമൂവർ. ഗൈസ് അത് കാര്യം കണ്ടാട്ടോ വെച്ചെടുക്കണേ. ഇനി അടുത്തെടുത്തോ. ഓറഞ്ച് ഫ്ലേവർ. ഓറഞ്ച് ഫ്ലേവർ അങ്ങനെയാണെങ്കിൽ എടുത്ത് തിന്നോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നീ എടുത്ത് തിന്നു. എനിക്ക് ഇഷ്ടമല്ല ഓറഞ്ച്. അത് ഓറഞ്ച് എടുത്ത് കുറച്ച് തിന്നോലെ. പിന്നെ ഒരു ക്ലിപ്പാണ് വന്നത്. ക്ലിപ്പല്ല, സ്ലൈഡല്ല, മറ്റേ ഇങ്ങനെ ഹാങ് ചെയ്തൊക്കെ ഉണ്ട്. അവൾക്കൊന്നും അറിഞ്ഞൂടാ ക്ലിപ്പാണ്. ഇയാൾക്ക് പിന്നെ എനിക്കറിഞ്ഞൂടാ, ഞാനൊരാൺകുട്ടിയാണ്. മേരിക്കൂട്ടൊരു കുഞ്ഞാടി. ഞാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്ലൈഡാണ്. ആണോ? ഞാൻ അറിഞ്ഞേ ഇല്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം. എന്ത് ഫേവറേറ്റ് ഐറ്റം? അടുത്ത എല്ലായിടത്തും കുത്തിക്കോ. പോടാ. അടുത്തെടുക്ക്. അടുത്തത് എനിക്ക് അച്ഛൻ അല്ല ഇത് 12 രൂപയ്ക്ക് തന്നാണ്. നല്ല ക്യൂട്ടാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം. ഒന്ന് ഇത് കാണിച്ച്. 2 എന്തെന്നാ അരയെണ്ണ അത് തന്നെ. എവിടെ മര്യാദ കാണിച്ച്. ഒരു ചെറുതും ഒരു വലുതും. അടുത്തെടുക്ക്. അടുത്തെടുക്ക്. അടുത്ത എനിക്ക് അച്ഛൻ വാങ്ങി തന്നാണ്. അതിന്റെ തുറന്ന് കാണിക്ക്. എനിക്ക് ഇതും അച്ഛൻ വാങ്ങി തന്നു. അത് കാണിച്ചു കൊടുക്കുന്നു. ഉള്ളില് നല്ല ക്യൂട്ട് ബണ്ണി. ഉള്ളില് നമുക്ക് വരുന്നത് കുറെ ബുഷസ് ആണ്, കുറെ കളർ ബുഷസ് ആണ്. കുറെ നിറമുണ്ട്, പിങ്ക്, കുറെ നിറത്തിലുള്ള ബുഷാണ് നമുക്ക് വരുന്നത്. ഇനി അടുത്തെടുക്ക്. ക്യൂട്ട് ബുഷസ്. ഇത് അടുത്തെടുക്ക്. അടക്കട്ടെ. അടുത്തതില്ല. തീർന്നാ? ഇനി എന്തായാലും ഞാൻ പൊട്ടിക്കണ കാണിച്ചു തരാം ഗൈസ്. എന്തായാലും അങ്ങോട്ട് എടുത്തോക്കട്ടെ. ഇനി ഇതെന്തായാലും എടുത്ത് വെക്കണേ. എന്തായാലും ഇങ്ങനെ കൊണ്ടുപോകണില്ല, കാരണം ഇവിടെ എല്ലായിടത്തും അലങ്കോലായി കിടക്കുകയാണ്. എന്തായാലും അവിടെ ഞാൻ പോസാക്കിയിട്ട് കൊണ്ടുപോകണം. അത് കഴിച്ച് കാണിക്കണേ. എനിക്കൊരു ഇച്ചിരി തന്നേക്കന്നെ. അയ്യടി അല്ല അയ്യട. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ആണോ? ഞാൻ അറിഞ്ഞേ ഇല്ല. ഇപ്പൊ നമുക്കിത് കണ്ണനെടുക്കാം. ഫുള്ളിട്ടില്ല. ഒന്ന് പെട്ടെന്ന് തിന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇതിന്റെ ഫ്ലേവർ വരുന്നത് നമ്മളുടെ ന്യൂഡിൽസ് ഇല്ലേ, അത് വറുത്തത്, പിന്നെ പഞ്ചസാര. മറ്റേത് പറ. ആരും കൊതിവെക്കല്ലേ. ഇത് ഞങ്ങളുടെ ഇവിടെ പണ്ടത്തെ നൊസ്റ്റാൾജികൾ മിഠായി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ്. 30 രൂപയാണ് എല്ലാത്തിനും. ഇനി എന്തായാലും ഞാൻ പൊട്ടിക്കണം കാണിച്ചു കൊടുക്കാം. 1 2 3 ഗൈസ്, ഇതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തീപ്പെട്ടി തോക്ക് പൊട്ടിക്കാം. അയ്യോ എൻ്റെ ചെരുപ്പ് എന്തി, ഞാൻ ചെരുപ്പിട്ടുണ്ടോ ഗൈസ്. അപ്പം ഇത് തീപ്പെട്ടിത്തോക്കെന്നാണ് ഞങ്ങൾ ഇവിടെയൊക്കെ പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയണത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അത് ഞങ്ങൾ ഗൊറില്ല പടക്കം അങ്ങനെ എന്തോ പറയുമോ അതിനാ. ഞാൻ പടക്കം എന്നാ പറയാറ്. തീപ്പെട്ടി വെച്ചിട്ടുണ്ട് അവിടെ. തോക്ക്, തീപ്പെട്ടിത്തോക്ക്, തീപ്പെട്ടി പ്ലസ് തോക്ക്, തീപ്പെട്ടിത്തോക്ക്. വലിയ ഫാനാണ് തോന്നുന്നത്. ഫസ്റ്റ് ഒരു തീപ്പെട്ടി എടുക്കും. നിങ്ങൾ തീപ്പെട്ടി കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. വേണേ മരത്ത് വയ്ക്ക്. മരത്ത് പോയി എനിക്ക് സൗകര്യമില്ല. ഞാൻ പറയുന്നുണ്ട്. ഇത് തുള്ളി കയറ്റിയാക്കും കടക്കും. വേണ്ട, അങ്ങനെ നിൽക്ക്. ഇനി മറ്റേതെടുക്ക്. അല്ല, ഒരെണ്ണം ഇതെടുക്കാം. പിന്നെ എനിക്കില്ലേ, എനിക്ക് കുറേ അച്ഛൻ ഇന്ന് വാങ്ങിത്തരാൻ പറഞ്ഞിട്ടുണ്ട്.
അമ്മയും നല്ല മണമാണ്. ഷൂട്ട് ചെയ്യാൻ പോണേ അപ്പൊക്കെ രാവിലെ ആയാൽ മതി. വെറുതെ ഇവിടെ ഒരു സാധനം പറഞ്ഞു കണ്ട. എടാ മറ്റേതാണ്ട് കണ്ണാ. ആ ഓക്കെ ഓക്കെ. ഞാൻ ട്രെൻഡ് കളിക്കാൻ പോയി. ഇനി എടുക്കണത് ഇത് ഭയങ്കര ഒച്ചയാണ്. ഇവിടെ ഭയങ്കര ഒച്ചയായിട്ട് തോന്നും, പക്ഷെ അതിനകത്ത് വലിയ ഒച്ചയായിട്ട് തോന്നില്ല. നീങ്ങിക്കങ്ങടെ നിയമം അറിയുന്നവരും ഇത് വ്യത്യസ്തമായ നിലപാടുകളാണ് എന്ന് എവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം വിജിലൻസ് കോടതി എടുത്തുള്ള ജാമ്യാപേക്ഷയാണ്. എടാ പൊട്ട ജാമ്യാപേക്ഷ കുറ്റപത്രത്തിന്റെ ജാമ്യാപേക്ഷ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഒബ്ജക്ട് ചെയ്തുകൊണ്ട് അന്വേഷണ വിഭാഗം കൊടുക്കുന്ന അവരുടെ റിപ്പോർട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ കോടതിക്ക് ഏത് കോടതിയിലും ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്ത കോടതി അത് വെച്ചുകൊണ്ടാണ് പരിഗണിക്കുന്നത്. ഞങ്ങൾ കുറ്റപത്രത്തിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ അത് പൊട്ടുപ്പ ഈ വിജിലൻസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇട്ടാലേ പാവുള്ളൂ. അത് സ്വാഭാവികമായ കാര്യമാണ്. വരേണ്ടത് അവർ ഉൾപ്പെട്ടുള്ള കാര്യമാണ്. അതിന് മുമ്പ് അത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കൊടുക്കേണ്ടതില്ല. ആ തരത്തിൽ ജാമ്യാപേക്ഷ കയ്യിൽ കിട്ടുന്ന കോടതിക്ക് തങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടേ പറയാൻ പറ്റും. അപ്പം സ്വാഭാവികമായിട്ട് അതിൽ എടോ ഞാൻ പേടിക്കുന്നു. ഇന്നെന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.